അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട കൊള്ള രാജ്യത്തിന് തന്നെ നാണക്കേടായിരിക്കെ ഇത് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവൻ തന്നെ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതിയാണ് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ശതകോടികളുടെ സാമ്പത്തിക കൊള്ള അന്വേഷിക്കാൻ ഉത്തർപ്രദേശ് സർക്കാർ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ അഥവാ SITയെ നിയോഗിച്ചിരുന്നു. ഈ അന്വേഷണ സംഘത്തിന്റെ തലവനായ വിജയ് വിശ്വാസ് പന്ത് എന്ന IAS ഉദ്യോഗസ്ഥൻ തന്നെ ഒരു വലിയ തട്ടിപ്പ് കേസിലെ പ്രതിയാണ് എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അഴിമതി അന്വേഷിക്കാൻ നിയോഗിച്ച ഉദ്യോഗസ്ഥൻ തന്നെ മറ്റൊരു അഴിമതി കേസിലെ പ്രതിയാകുമ്പോൾ ആ അന്വേഷണത്തിന്റെ വിശ്വാസ്യത എത്രത്തോളം ഉണ്ട് എന്ന് എളുപ്പത്തിൽ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. 2004 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനായ വിജയ് വിശ്വാസ് പന്ത് നിലവിൽ ലക്നൌ ഡിവിഷണൽ കമ്മീഷണറാണ്. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള 3-അംഗ SITയാണ് രാമക്ഷേത്ര ട്രസ്റ്റിലെ ഫണ്ട് തട്ടിപ്പുകളെ കുറിച്ച് അന്വേഷിക്കുന്നത്. എന്നാൽ ഇദ്ദേഹത്തിനെതിരെയുള്ള കേസുകൾ അതീവ ഗുരുതരമാണ്. 2013 മുതൽ 2015 വരെയുള്ള കാലയളവിൽ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ ഊർജ്ജ വിതരണ വകുപ്പിൽ മാനേജിംഗ് ഡയറക്ടറായി പ്രധാന ചുമതല വഹിച്ചിരുന്ന സമയത്താണ് ഇദ്ദേഹം വലിയ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയത് എന്നാണ് കേസ്. ഒരു ലേബർ കോൺട്രാക്ടർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ 2019 ഫെബ്രുവരിയിലാണ് മീററ്റിലെ പരീക്ഷിത്ഗഡ് പോലീസ് സ്റ്റേഷനിൽ വിജയ് വിശ്വാസ് അടക്കം 14ഓളം ഉദ്യോഗസ്ഥർക്കെതിരെ IPC 420 വഞ്ചന, 465 രേഖകൾ ചമയ്ക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരം ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തത്. ഔദ്യോഗിക രേഖകളിൽ തിരുത്തലുകൾ വരുത്താൻ ഉപയോഗിക്കുന്ന കറക്ഷൻ ഫ്ലൂയിഡ് ഉപയോഗിച്ചും എഴുതി വച്ചിരുന്ന തുകകൾക്ക് മുകളിൽ വീണ്ടും എഴുതി ചേർത്തും കോൺട്രാക്ടർ ചെയ്ത ജോലിയുടെ വ്യാപ്തി ഫയലുകളിൽ മാറ്റി കാണിച്ച് പണം തട്ടിയെടുത്തു എന്നാണ് കേസ്. കൃത്യമായി ജോലി പൂർത്തിയാക്കിയിട്ടും കമ്മീഷൻ തുക അഥവാ കൈക്കൂലി നൽകാത്തതിനെ തുടർന്നാണ് ഉദ്യോഗസ്ഥർ ഈ തട്ടിപ്പ് കാണിച്ചതെന്ന് കോൺട്രാക്ടർ പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു. ഈ കേസിൽ 2 തവണ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകാൻ ശ്രമിച്ചെങ്കിലും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അത് തള്ളിക്കളയുകയും കൂടുതൽ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്യുകയായിരുന്നു. വിജയ് വിശ്വാസ് പന്ത് അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരായ ഈ കേസിന്റെ അന്വേഷണം ഇപ്പോഴും കോടതിയുടെ നിരീക്ഷണത്തിൽ ഇഴഞ്ഞു നീങ്ങുകയാണ്. ഇത്തരത്തിൽ ഗുരുതരമായ ഒരു കേസിൽ പ്രതിയായി നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ രാജ്യം ഉറ്റുനോക്കുന്ന അയോധ്യ ക്ഷേത്രക്കൊള്ള അന്വേഷിക്കാൻ ഏൽപ്പിച്ച UP സർക്കാരിന്റെ നടപടികൾക്കെതിരെ സംഘപരിവാർ അനുകൂലികളിൽ തന്നെ കടുത്ത ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം അയോധ്യ ക്ഷേത്രത്തിൽ ശതകോടികളുടെ ഈ അഴിമതിയും കൊള്ളയും നടന്ന് ആഴ്ചകൾ പിന്നിടുമ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ ഈ വിഷയത്തിൽ യാതൊരുവിധ പ്രതികരണവും നടത്തിയിട്ടില്ല എന്നത് തികച്ചും ദുരൂഹമാണ്. രാമക്ഷേത്രത്തിന്റെ പേരിൽ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾ നൽകിയ സംഭാവനകളിലും ട്രസ്റ്റിന്റെ സാമ്പത്തിക ഇടപാടുകളിലും വലിയ തോതിലുള്ള കൊള്ളയുടെ വ്യാപ്തി തെളിയിക്കുന്ന ഓരോ വിവരങ്ങളും തെളിവുകളും ഓരോ ദിവസവും മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ വലിയ സാമ്പത്തിക ക്രമക്കേടിൽ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി പുലർത്തുന്ന ഈ നീണ്ട മൗനം എന്തിനാണെന്ന ചോദ്യത്തിനും BJP കേന്ദ്രങ്ങളിൽ നിന്ന് ഉത്തരമില്ല. അയോധ്യയിലെ സാമ്പത്തിക ഇടപാടുകളിൽ ഉയർന്ന വലിയ വിവാദങ്ങൾക്ക് പിന്നാലെ ഈ കേസ് അന്വേഷിക്കുന്ന SIT യഥാർത്ഥ കുറ്റവാളികളായ ഉയർന്ന RSS BJP നേതാക്കളെയും ട്രസ്റ്റിന്റെ പ്രധാന ഭാരവാഹികളെയും സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്ന ആക്ഷേപവും ശക്തമാണ്. താഴെത്തട്ടിലുള്ള ചില ജീവനക്കാരെ മാത്രം പ്രതിയാക്കി യഥാർത്ഥ സൂത്രധാരന്മാരിലേക്ക് അന്വേഷണം എത്താതിരിക്കാൻ SIT കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അന്വേഷണ തലവന്റെ തന്നെ പഴയ തട്ടിപ്പ് ചരിത്രവും കേസുകളും ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഇത് അന്വേഷണ ഏജൻസിയുടെ സുതാര്യതയെയും ലക്ഷ്യത്തെയും പൂർണ്ണമായും ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. ഈ വലിയ സാമ്പത്തിക അഴിമതിയും ഭരണപരമായ വീഴ്ചകളും പുറത്തു വന്നതിന് പിന്നാലെ രാമക്ഷേത്ര ട്രസ്റ്റായ ശ്രീ രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിൽ വലിയ അഴിച്ചുപണികൾക്കുള്ള നീക്കവും തുടങ്ങിയിട്ടുണ്ട്. ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി ചമ്പത് റായ്, ട്രസ്റ്റി അനിൽ മിശ്ര എന്നിവർ തങ്ങളുടെ സ്ഥാനങ്ങൾ രാജിവെച്ചു കഴിഞ്ഞു. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ചരിത്രത്തിലാദ്യമായി ക്ഷേത്ര ഭരണത്തിനായി ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ, അതായത് CEOയെ നിയമിക്കാനുള്ള ഔദ്യോഗിക വിജ്ഞാപനം ട്രസ്റ്റിന്റെ സെലക്ഷൻ കമ്മിറ്റി ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. സാമ്പത്തിക മേഖലയിലോ പൊതുഭരണകാര്യങ്ങളിലോ കുറഞ്ഞത് 20 വർഷത്തെ മുൻപരിചയമുള്ള ഹിന്ദുമത വിശ്വാസിയായ ഒരു ബിരുദധാരിയായിരിക്കും ഈ തസ്തികയിലേക്ക് നിയമിക്കുക എന്നാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ജൂലൈ 18 വരെയാണ് ഇതിനായി അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത്. എന്തായാലും മിനുക്കുപണികളും താഴെത്തട്ടിൽ മാത്രം ഒതുങ്ങുന്ന ഒരു അന്വേഷണവും കൊണ്ട് അയോധ്യ ക്ഷേത്രക്കൊള്ളയും വിവാദങ്ങളും മറച്ചുവെക്കാൻ BJPക്ക് സാധിക്കുമോ എന്നതിന് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളാണ് മറുപടി പറയേണ്ടത്.